ഒപ്പം കെ വി തോമസ് മാഷ് ദില്ലിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. തോമസ് മാഷെ, ഗുഡ് മോർണിംഗ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കൂട്ട ഉപവാസമുണ്ട്. അതിനിടയ്ക്ക് മാഷ് ഇന്ന് ആരോഗ്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തി എന്നൊരു വാർത്ത വന്നിരുന്നു. എന്തു വിഷയമാണ് ചർച്ചയായത് മാഷെ? ചർച്ച നടത്തിയിട്ടില്ല, ചർച്ച നടത്താൻ പോകുന്നു. അവർ തന്നിരിക്കുന്ന അജണ്ട നമ്മുടെ എയിംസിനെ കുറിച്ചാണ്. ഒരേ അജണ്ടയുള്ളൂ. അത് അവർ തന്നെ തന്ന അജണ്ടയാണ്. അത് 11:30 മണിക്ക് മന്ത്രി കാര്യാലയത്തിൽ ഇവിടുന്ന് എന്നോടൊപ്പം അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഉണ്ടാകും. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ധാരാളം പേപ്പർ വർക്കിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ കോഴിക്കോടാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ എയിംസിനൊരു പച്ചക്കൊടി തെളിയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ പ്രതീക്ഷ അതാണ്. കാരണം ഈ ചർച്ചയ്ക്ക് വിളിച്ചത് മന്ത്രി കാര്യാലയമാണ്. ഇത് നമ്മുടെ PM ലെവലിൽ എടുത്തിട്ടുണ്ട്, നദ്ദയുടെ ലെവലിൽ എടുത്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അവർ പറഞ്ഞു എയിംസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച 11:30 മന്ത്രി കാര്യാലയത്തിൽ ചെല്ലണം. സെക്രട്ടറി, അതായത് ഇനി 1 മണിക്കൂർ 11:30 ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായിട്ടുള്ള ചർച്ച അല്ലേ? അതെ. ഈ അതിൽ ആശാവർക്കർമാരുടെ കാര്യം കൂടി മാഷ് ഉന്നയിക്കുന്നുണ്ടോ? ഇതിൽ ചർച്ച എയിംസിന്റെ പ്രധാന വിഷയമാണെങ്കിലും ഈ ആരോഗ്യ നമ്മുടെ ആശാവർക്കർമാരുടെ പറഞ്ഞ അജണ്ട തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. എനിക്ക് തന്ന അജണ്ട ഇതാണ്. സ്പെസിഫിക് അജണ്ട തന്നിട്ടുണ്ട് അവിടുന്ന്. ആ അജണ്ടയാണ് അവർ ചർച്ച ചെയ്യുള്ളൂ. അല്ല വേറെ ചർച്ച അങ്ങനെ അജണ്ട തരില്ലല്ലോ. ഒറ്റ അജണ്ടയാണ് തന്നത്. അജണ്ടയ്ക്ക് പുറത്ത് നിന്ന് ചർച്ച കഴിയില്ല അല്ലേ? പോകാൻ പറ്റില്ലല്ലോ. അതിന് അല്ലെങ്കിൽ അവർ അജണ്ട തരില്ലല്ലോ. അവർ നമുക്ക് റിട്ടേണായിട്ടാണ് തന്നിരിക്കുന്ന ഡിസ്കഷൻ ഓൺ എയിംസ് എന്നാണ്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ മാഷെ. ഇപ്പം JP നദ്ദ അടുത്ത ആഴ്ച മറ്റോ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സമയം കൊടുക്കും എന്നറിയിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ എന്തെങ്കിലും ലഭിച്ചോ? അങ്ങനെ ചർച്ചയ്ക്കൊരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ? അല്ലാതെ അത് എൻ്റെ അടുത്തല്ല വരുന്നത്. അത്തരം കാര്യങ്ങളൊന്നും റെസിഡന്റ് കമ്മീഷണർ അടുത്താണ്. അദ്ദേഹം വഴിയാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് ഗവൺമെന്റിൽ നിന്നും നേരിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വരും, ഇന്നത് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറയും. അത്തരം കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്തത്. ഇവിടെ നമ്മുടെ വളരെ ദീർഘകാലമായി മുഖ്യമന്ത്രി തന്നെ എടുത്തിട്ടുള്ള ഇഷ്യൂസാണ്. അതിൽ നമ്മൾ കോഴിക്കോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എയിംസിൽ. ഇപ്പോൾ അവിടുത്തെ ആരോഗ്യമന്ത്രി കാര്യാലയത്തിന് വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 11:30 പോകുന്നത്. ഓക്കെ താങ്ക് യു മാഷെ. ഇതിനകത്തൊരു സംശയം ഉണ്ടായിരുന്നത്, അതിൽ മാഷ് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? അപ്പം ഈ ചർച്ചയിൽ സിംഗിൾ പോയിന്റ് അജണ്ടയാണ്, എയിംസ് മാത്രമാണ്. ആശാവർക്കർമാരുടെ വിഷയം തൽക്കാലം ഇന്ന് ഉന്നയിക്കാൻ കഴിയില്ല, കാരണം അത് സിംഗിൾ പോയിന്റ് അജണ്ടയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ മാഷെ. അങ്ങനെയല്ല, അവർ പറയുന്ന അജണ്ടയില്ല നമുക്ക്. പിന്നെ എന്റെ വിഷയമല്ലത്. ഞാനിവിടെ ചില തെറ്റിദ്ധാരണ ചില സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്. ആശാ വിഷയം എന്റെ വിഷയമല്ല. അത് എനിക്ക് തരുന്ന വിഷയമല്ലേ എനിക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഡൽഹിയിൽ. അങ്ങോട്ട് പോയി വന്നിട്ടില്ല. അതെങ്ങനെ പറയാൻ പറ്റും? എന്നെ ഏൽപ്പിക്കുന്നവല്ലേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ മുമ്പിൽ ഒത്തിരി വിഷയങ്ങൾ പലപ്പോഴായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ റെയിൽവേ, ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം, ശ്രീധരനാണ് CM-നെ കണ്ട് പുതിയ പ്രപ്പോസൽ കൊടുത്തത്. ആ പ്രപ്പോസൽ CM എനിക്ക് അയച്ചു തന്നു. CM തന്നെ റെയിൽവേ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചേ ചർച്ചയുണ്ടാവുള്ളൂ, വേറെ വിഷയത്തിൽ ചർച്ചയുണ്ടാവില്ലല്ലോ. നമ്മളിപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞു റെസിഡന്റ് കമ്മീഷണറാണ് ഈ മന്ത്രിതലത്തിലുള്ള ചർച്ചയ്ക്കുള്ള വിവരം വരിക. അങ്ങനെ എന്തെങ്കിലും വിവരം വന്നതായിട്ട് അറിയിച്ചോ? അടുത്ത ആഴ്ച സമയം കിട്ടിയതായിട്ടോ മറ്റോ? എനിക്കറിയില്ല. ഞാനതിൽ ഇടപെടാത്തത് കൊണ്ട് ഞാനത് ചോദിക്കാറില്ല. എന്നെ അറിയിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ഇടപെടേണ്ട വിഷയമുണ്ടെങ്കിൽ അവരെന്നെ അറിയിക്കും. ശരി തോമസ് മാഷ്, എന്തായാലും പോയിട്ട് വന്നാട്ടെ. നമുക്ക് നോക്കാം, എയിംസ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ച വളരെ ഫ്രൂട്ട്ഫുള്ളായി മാഷ് തിരിച്ചു വരട്ടെ. കോഴിക്കോട് നമ്മുടെ എയിംസ് യാഥാർത്ഥ്യമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു മാഷ്, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ തോമസ് മാഷാണ് പോകുന്നത്. KV തോമസ് മാഷ് ചർച്ചയ്ക്ക് പോകുമ്പോൾ സിംഗിൾ പോയിന്റ് അജണ്ടയാണ്. എയിംസ് മാത്രമേ അവിടെ ചർച്ചയാവുള്ളൂ. ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയാവില്ല, അത് അജണ്ടയിലില്ല എന്നാണ് KV തോമസ് മാഷ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.